ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചതയം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നിങ്ങൾക്ക് ഈ വർഷം അനുഭവപ്പെടുക. ഈ ജനുവരി ഫെബ്രുവരി മാസവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അക്ഷീണമായിട്ടുള്ള പരിശ്രമം മൂലം ശ്രേഷ്ഠകരമായ ഒരു ജീവിതം ഉണ്ടാവുന്ന സമയമാണ്. നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും, പക്ഷേ അതനുസരിച്ച് ജീവിതവും ഗുണനിലവാരമുള്ളതായിത്തീരും. നിങ്ങൾക്ക് ആപത്ഘട്ടങ്ങളിൽ ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ കിട്ടുന്നതാണ്. ഭഗവാൻ നിങ്ങളുടെ പല പോരായ്മകൾക്കും അനുഗ്രഹം തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആപത്ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് രക്ഷകനായിട്ട് ഭഗവാൻ ഉണ്ടാകുന്ന സമയമാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള ആ ശക്തി, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനാരോ അദ്ദേഹം ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഈ സമയങ്ങളിൽ ഈ ആപത്ഘട്ടങ്ങളിലൊക്കെ ഭഗവാൻ രക്ഷ പ്രാപിക്കുന്നതായിരിക്കും ഗുണകരം. അതായത് നിങ്ങൾക്കറിയാം നമ്മളൊരു ആപത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ആ സമയത്ത് പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങൾ വിളിക്കുന്ന ദൈവമായിക്കോട്ടെ, അദ്ദേഹത്തിൽ രക്ഷ പ്രാപിക്കുക. സർവ്വതും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. ബാക്കി ആ ശക്തി നോക്കിക്കോളും. ഞാൻ പറയാൻ കാരണം, പലവിധ മതക്കാരുണ്ട്, പല ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ദൈവം എന്ന് പല രീതിയിൽ പറഞ്ഞാലും അതൊരു പോസിറ്റീവ് എനർജി, അതിനങ്ങനെ കാണുക, അതിൽ രക്ഷ പ്രാപിക്കുക, സർവ്വതും അതിലേക്ക് സമർപ്പിക്കുക. ബാക്കി ദൈവം നോക്കിക്കോളും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ദമ്പതി ഭാവമൊക്കെ ഗുണകരം തന്നെയാണ്. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷ ഉണ്ടാകുന്നൊരു സമയമാണ്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയപ്രതീക്ഷ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഒപ്പം കുടുംബത്തിൽ സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന സമയമാണ് ജനുവരി മാസം. എന്നാൽ നിങ്ങൾ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ കൂടി നിലനിൽപ്പിന് വേണ്ടി ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം ടേണിംഗ് പോയിന്റിലേക്കൊക്കെ എത്തുന്നതാണ്. മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് അലസത കൂടുന്ന സമയം, മടി ഉണ്ടാകുന്ന സമയമാണ്. തുടങ്ങി വെച്ച കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്, എങ്കിലും ഒരു മടി ഉണ്ടാകുന്ന സമയമാണ്. അലസനായിരിക്കും നിങ്ങളെപ്പോഴും. ഈ രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള ഒരു പൊതുകാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടി വരുന്നതാണ്, വർദ്ധിച്ചു വരുന്നതാണ്. ഫെബ്രുവരി മാസവും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. മാതാവും പിതാവും ഭാര്യയും കുഞ്ഞും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ടുള്ള ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. കുടുംബത്തിൽ എത്രയൊക്കെ അംഗങ്ങളുണ്ടെങ്കിലും അവർ കുറച്ച് നാളായിട്ട് ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് സന്തോഷകരമായിട്ട് എല്ലാവർക്കും ഊഷ്മളകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സന്താനഭാവവും ഗുണകരം തന്നെയാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ പഠനകാര്യത്തിലായാലും മറ്റ് ജോലിയുടെ കാര്യത്തിലൊക്കെ ആയാലും സന്താനങ്ങൾക്ക് ഗുണകരമായ ഒരു സമയം തന്നെയാണ്. അവരുടെ ജീവിതം നാൾക്ക് നാൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. സ്വാർത്ഥ താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിലും അത് ശരിയാകുന്ന, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരെ മോശക്കാരനായിട്ട് കാണിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസമൊക്കെ ഉണ്ടാകുന്നതാണ്. അത് ഗുണത്തേക്കാളേറെ നിങ്ങൾക്ക് ദോഷമായിട്ട് മാറും. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷ അർഹിക്കുന്നതാണ്. നിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞ് ശത്രുത സമ്പാദിക്കാമെന്നല്ലാതെ
വേറെ ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് മോശമായിട്ടാണ് നിങ്ങൾ പെരുമാറിയെങ്കിൽ, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവരോട് ക്ഷമ പറഞ്ഞ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർ മഹാത്മാരാണ്. അവർക്ക് ദൈവത്തിൻ്റെ വലം കൈയിൽ സ്ഥാനമുണ്ടെന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ അത് ഏറ്റു പറയുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, ഒരു നാണവും വേണ്ട. തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. അതിന് പകരം അതിനെ വളച്ചൊടിച്ച് മറ്റുള്ളവരുടെ തലയിൽ കൊടുക്കുക എന്ന് വെച്ചാൽ അതിന് ഈ പ്രപഞ്ചം, ഈ പ്രകൃതി ഒരിക്കലും കൂട്ടി നിൽക്കത്തില്ല. അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലുണ്ടായാൽ നന്ന്. സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു സമയമാണ്. കലാകാരന്മാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഈ ചതയം നക്ഷത്രക്കാർ ഈ വർഷം ധാരാളം, പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസം ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. വ്യാപാര രംഗത്തൊക്കെ കിടമത്സരം ഉണ്ടാവും. നിങ്ങളൊരു ബിസിനസ്മാരാണ്, നിങ്ങളൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നൊക്കെ നല്ല പ്രഷർ ഉണ്ടാകും. നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിന് ബദലായിട്ട് അതേ ഗുണനിലവാരത്തിൽ കുറഞ്ഞ വിലയിൽ മറ്റ് പ്രോഡക്റ്റുകൾ ഇറങ്ങാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളുടെ ബിസിനസ്സിന് മത്സരം ഭയങ്കരമായിട്ടുണ്ടാകും. നിങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ലാഭമുള്ള സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. പോക്കറ്റ് കാലിയായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവും കയ്യിലെപ്പോഴും. എന്നാൽ നിങ്ങൾ ചില അപവാദങ്ങളൊക്കെ കേൾക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തു തന്നെയായാലും നിങ്ങളുടെ എയിം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അച്ചീവ് ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന സമയം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസം. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആകുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളിലൊക്കെ ഔചിത്യം കൂടുന്ന സമയമാണ്. പ്രാക്ടിക്കലായിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കടം കൊടുത്ത ദീർഘനാളായിട്ട് കിട്ടാക്കടമായിട്ടിരുന്ന ചില പണമൊക്കെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഓം നമഃ ശിവായ എന്ന മന്ത്രം ചൊല്ലിയിട്ട് യാത്ര തുടങ്ങാവൂ. അസമയത്തുള്ള യാത്രയൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കുക. 2 വീലർ യാത്ര ചെയ്യുന്ന ചതയ നക്ഷത്രക്കാരൊക്കെ കഴിയാവുന്നതും രാത്രികാലങ്ങളിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. തീരെ നിവൃത്തിയില്ലായെങ്കിൽ 4 വീലറിൽ യാത്ര ചെയ്യുക. അപകട സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഒടിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ആ സമയങ്ങളൊക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസം ഒന്ന് കരുതിയിരിക്കുക. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രം, കാർത്തികേയൻ്റെ ക്ഷേത്രം ദർശിക്കേണ്ടത് ഗുണകരമാണ്, അത്യാവശ്യമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക. ഭഗവാന് 21 നാരങ്ങകൾ കോർത്തിട്ടുള്ള മാല സമർപ്പിക്കുക. സ്കന്ദ പുരാണ പാരായണം നടത്തുക. അതുപോലെ തന്നെ പഴനി ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. തലമുണ്ടനം ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഒക്കെ ചെയ്ത് ഭഗവാന്റെ കരുണയാൽ നല്ല സമയമുണ്ടാകട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.